നമസ്കാരം. 10ാമത്തെ വീഡിയോ ആണ് നാളത്തെ വീഡിയോയോടുകൂടി വ്യക്തിഗതമായ വീഡിയോ അയക്കുന്നത് നിർത്തുകയാണ്. സമാധാനം അല്ലേ? എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് വാർത്തകൾ ഈ വീഡിയോകൾ കൊണ്ട് ഉദ്ദേശിച്ചത്. 2 മിനിറ്റ് വീഡിയോ ലെങ്ത്, അതുകൊണ്ടാണ് അങ്ങനെ പരിമിതപ്പെടുത്തിയത്. ഇന്നത്തെ ഒരു പ്രധാന വാർത്ത ആം ആദ്മി പാർട്ടി 150 നിയോജക മണ്ഡലങ്ങളിലും മത്സരിക്കുന്നു എന്നതാണ്. ഡൽഹിയിൽ പോയി ഇവിടുത്തെ സ്റ്റേറ്റ് ടീം അതിനുള്ള പെർമിഷൻ വാങ്ങിച്ചു. ഈ 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഏക പാർട്ടി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഏക പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറുകയാണ്. ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന ഇടങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വിദ്യാസമ്പന്നരാണ്, ആൾക്കാരോട് വ്യക്തിഗതമായി ഇഷ്ടമുള്ളവരാണ്, മനുഷ്യവാദം പറയുന്നവരാണ്, ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് സംസാരിക്കുന്നവരാണ്. ആം ആദ്മി പാർട്ടിയുടെ എല്ലാ പ്രകടന പത്രികകളിലും വ്യത്യസ്തത കാണുന്നത് അതിൽ വിവരങ്ങളുടെ ഒരു കൺസോളിഡേഷനുണ്ട്. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ മത്സരിച്ചത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷനുകളിലാണ്. എങ്ങനെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷനിൽ മത്സരിക്കേണ്ടതെന്ന് ആർക്കും അറിയാത്ത സ്ഥലത്ത് പ്രാദേശിക സർക്കാരുകൾ ഉണ്ടാക്കാനാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷനുകളിൽ മത്സരിക്കേണ്ടതെന്ന് ആം ആദ്മി പാർട്ടി കൃത്യമായി പറഞ്ഞു. ഇവിടെ എല്ലാത്തരം ട്രെയിനിങ്ങുകളിലും അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും പാർട്ടി പൊളിറ്റിക്സിൻ്റെ ഒരു എൻഡായിട്ടാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷനുകൾ നടക്കാറ്. ആർട്ടിക്കിൾ 243 A മുതൽ O വരെയുള്ള ഇടങ്ങളിൽ ഈ വിവരങ്ങൾ വിശദമായി എഴുതിയിട്ടുണ്ട്. ഷെഡ്യൂൾ 11ലും ഷെഡ്യൂൾ 12ലുമായി ഗ്രാമസഭയെക്കുറിച്ചും വാർഡ് സഭയെക്കുറിച്ചും അതിൻ്റെ അധികാരങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങാണോ അറിഞ്ഞിട്ടാണോ ഇത്രയും ആൾക്കാർ മത്സരിച്ചതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ 99% പേരും അതല്ല എന്ന് പറയേണ്ടി വരും. രാഷ്ട്രീയം അറിഞ്ഞ് രാഷ്ട്രീയം പറയുന്ന 140 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ പോവുകയാണ് ആം ആദ്മി പാർട്ടിയുടെ ചുണക്കുട്ടികൾ. നന്ദി.